സ്വാമിയെ കയറ്റി എന്നുള്ള പാട്ടിനെതിരെ കേസ് എടുത്തല്ലോ. അതെ അതെ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് അനാവശ്യം. അത് ഏതോ രാജ്യത്ത് ആകെ എഴുതിക്കൂടാന്ന് ഇവർക്ക് എന്ത് പറയാൻ പറ്റും? അയാൾ ഇവിടെയല്ല, അയാൾ ഏതോ രാജ്യത്ത് ഇരുന്ന് എഴുതിയതാ. മനോരമക്കാരി ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന് അതൊരു ഭോഷത്തരാണ്. അതിനെതിരായിട്ട് കേസ് കൊടുക്കുന്നതൊക്കെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു നീക്കമല്ലേ അത് ശരിക്കും? അതാണ്. മാത്രമല്ല അതൊരു വ്യർത്ഥ ജോലിയാണ്. കാരണം എവിടെയോ കടന്ന് ഒരാൾ എഴുതിയത് ഇവർക്ക് എന്ത് പറയാൻ പറ്റും? അയാൾ ഇവിടെയൊന്നല്ല, അയാൾ വിദേശ രാജ്യത്താ. അതെ 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 അതെ. അതിന് ഇവർക്കൊന്നും പിടിക്കാനും പറ്റില്ല. അല്ല, ഇങ്ങനെ ധാരാളം പാരഡികൾ. അല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യം ശരിയാ. അതും തെറ്റാണ്. അല്ല, ഏറ്റവും അധികം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാകുമ്പോഴേ അതെ ശരിയാ. ഇവര് തന്നെ കൈരളി ചാനലിലൊക്കെ ഇതേപോലെ മണിയുടെ പാട്ടൊക്കെ ഉണ്ട്. പിന്നെ അയ്യപ്പ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് ഹിറ്റായ സാധനം. ഇതൊക്കെ എല്ലാവരും മോഡിയെ പറ്റി എന്തായാലും പറയുന്നുണ്ട്, ചായക്കടക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? ഇവരൊന്നും ചെയ്യുന്നുണ്ട്. ഇത് തീർച്ചയായും തിരിച്ചടിയായി മാറില്ലേ ഈ പാട്ടിന് എതിരെ കേസെടുത്ത്? പാട്ട് ഇപ്പൊ തന്നെ തിരിച്ചടിയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം വരുന്നത്. ആരും പ്രതികരിക്കാതെ പോയിരുന്നെങ്കിൽ ആരും നോക്കില്ല. കേരളത്തിലെ ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടാണല്ലോ പ്രശ്നം. ഇതിപ്പം വലിയ പബ്ലിസിറ്റി അയച്ചിരിക്കും ആ പാട്ടിനല്ലേ? പിന്നെ കേസെടുത്തോടു കൂടി അവര് ഭയങ്കര ഹീറോകളായില്ലേ ഇപ്പൊ ശരിക്കും? അവൻ ഹീറോ ആയി. അല്ല, ഇപ്പൊ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രശ്നമായി. അല്ല, തിരിച്ചടി കിട്ടുന്നതിന് ഈ പാട്ട് നിർണായക ഘടകമായിട്ടുണ്ട് ശരിക്കും. ഉണ്ട്, അതാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്നത് അല്ലേ? ശരിക്കും ഒരു വിഡ്ഢിത്തം എന്ന് പറഞ്ഞൂടെ ഈ കേസ് എടുത്തതിനെ കുറിച്ച്? അതൊന്നും ആവശ്യമൊന്നുമില്ല. നമസ്കാരം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഇലക്ഷനിൽ തോറ്റതിന് പാരഡി ഗാനം നിർമ്മിച്ച എഴുതിയ പാടിയ ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. മാത്രമല്ല, ആ പാരഡി ഗാനം യൂട്യൂബിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നീക്കം ചെയ്യാൻ വേണ്ടി മെറ്റയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ വിധത്തിൽ അരിശം തീർക്കാതെ നടക്കുന്ന പിണറായി വിജയൻ്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നുകയാണ്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൊള്ളക്കാരനാണ് പിണറായി വിജയനെന്ന് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം എല്ലാവരുടെയും മുന്നിലും മാന്യനെ ചമഞ്ഞിട്ടാണ് നടക്കുന്നത്. ആ മാന്യത ചമഞ്ഞ് നടക്കുമ്പോൾ അദ്ദേഹം ഈ അടുത്ത ദിവസം പോലും ഫിലിം ഫെസ്റ്റിവലിൽ ചില ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാത്തതിനെതിരെ അദ്ദേഹം ആക്രോശിക്കുന്നത് കണ്ടു. ആർക്കെങ്കിലും കട്ട് ചെയ്ത് മാറ്റാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെൻസറിങ്ങിനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട സിനിമകൾ പ്രദർശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫിലിം ഫെസ്റ്റിവലിൽ എല്ലാ ചിത്രങ്ങളും പ്രദർശിപ്പിക്കാൻ ഉത്തരവിടുകയുണ്ടായി. ഹാജർ കോടതി ചീഫ് ജസ്റ്റിസ് അല്ല, രാജാവല്ല, കേരള മുഖ്യമന്ത്രി, ജനാധിപത്യത്തിലുള്ള മുഖ്യമന്ത്രി ഉത്തരവിട്ടു. അതേ ഉത്തരവിട്ട മുഖ്യമന്ത്രിയാണ് പിറ്റേ ദിവസം അദ്ദേഹത്തിനെതിരെ വന്ന ഒരു പാരഡി ഗാനം, അതായത് അയ്യപ്പൻ്റെ സ്വർണം തട്ടിയെടുത്ത് ചെമ്പാക്കി മാറ്റിയ വിക്രയക്കെതിരെ സി പി എം നേതാക്കന്മാർക്കെതിരെ ഒരു സഹൃദയനായ ഒരു പാരഡി നിർമ്മാതാവ് എഴുതിയുണ്ടാക്കിയ ഒരു പാട്ട് വലിയ ഹിറ്റായി മാറി. അത് കേരളത്തിൽ UDF അനുകൂലമായ തരംഗം തന്നെ സൃഷ്ടിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇലക്ഷനിൽ കേരളത്തിലുടനീളം ആ പാട്ട് വലിയ ചലനം സൃഷ്ടിച്ചു. ജനങ്ങൾ ആ പാട്ടുമായി തെരുവുകളിലിറങ്ങി ഡാൻസ് കളിച്ചു, ഉന്മാദ നൃത്തം നടത്തി, ഇലക്ഷനിൽ വിജയിച്ചു. വീണ്ടും ആ പാട്ട് ഹിറ്റായി. ഡൽഹിയിലും തിരുവനന്തപുരത്തുമെല്ലാം പാർലമെൻറ്റ് മന്ദിരത്തിന് മുന്നിലെല്ലാം UDFകാർ അത് ഏറ്റുപാടി. അങ്ങനെ കേരളത്തിൽ ആദ്യമായി ഒരു പാട്ടിന് വമ്പൻ വിജയമുണ്ടായി. ഇലക്ഷനേക്കാൾ വമ്പൻ വിജയമുണ്ടായത് ആ പാട്ടിനാണ്. ഇപ്പോഴത് ആ പാട്ട് വീണ്ടും വലിയ പ്രശസ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. വിനാശകാലേ വിപരീത ബുദ്ധി എന്നേ പറയാനുള്ളൂ. ഇത് ഇപ്പോൾ പറയുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാട്. ഇന്ന് കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഗാനരചയിതാവും അതേപോലെ സംവിധായകനും അതേപോലെ മ്യൂസിഷ്യനുമാണ് നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തെ ബഹുമാനിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ അയ്യപ്പ സംഗമത്തിൽ വിളക്ക് കൊളുത്താൻ വേണ്ടി നമ്മുടെ പിണറായി വിജയൻ കൊണ്ടുവന്നത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ പിണറായി വിജയൻ്റെ ഈ നിലപാട് കണ്ടിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ നമുക്ക് വിനാശകാലേ
വിപരീത ബുദ്ധി എന്ന് അദ്ദേഹം പറഞ്ഞതായി മനസ്സിലാക്കാം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കാം. നമസ്കാരം കൈതപ്രം. നമസ്കാരം. അതായത് ഇപ്പോൾ ഒരു പാരഡി ഗാനത്തിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. പോറ്റിയെ കേറ്റിയെ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയ ഒരു പാട്ടാണ്, പാരഡിയാണ്. അത് ഈ ഇലക്ഷനിൽ വലിയ ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കിയ, വലിയ പ്രചാരം ഉണ്ടാക്കിയ പാട്ടാണ്. UDF-ന് വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ പാട്ടിനെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ്. മാത്രമല്ല യൂട്യൂബിൽ നിന്നും സോഷ്യൽ മീഡിയ നീക്കം ചെയ്യാൻ പോലീസ് യൂട്യൂബിനെയും അതേപോലെ സോഷ്യൽ മീഡിയയും സമീപിച്ചിരിക്കുക. എന്താണ് അങ്ങയുടെ അഭിപ്രായം? അത് എനിക്ക് ഈ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ താല്പര്യമുണ്ട്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റും. ഇങ്ങനെ പാട്ട് എഴുതുന്ന ആളുകളെയെല്ലാം അതേപോലെ പാടുന്ന ആളുകളെയെല്ലാം കേസെടുത്താൽ എന്തായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? ഇല്ല, അത്രയൊന്നും വിശാലമായിട്ട് സംഭവിക്കാൻ പോകുന്നില്ല. അത്രയൊന്നും ആർക്കും അവകാശമുള്ള ധൈര്യമില്ല. ഈ പാട്ട് അങ്ങ് കേട്ടതല്ലേ? അതായത് അതിനകത്ത് എന്തെങ്കിലും മുഴുവൻ ശ്രദ്ധിച്ചു കേട്ടിട്ടില്ല. ഇതിന്റെ തുടക്കമൊക്കെ കേട്ടു, അത്രേ ഉള്ളൂ. ഈ പുറത്തു വന്ന സംഭവങ്ങൾ കേട്ടിട്ട് അതിലേതെങ്കിലും അയ്യപ്പനെ നിന്ദിക്കുന്നതായിട്ട് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതൊരു രാഷ്ട്രീയമാണ്. ശരിക്കും അയാൾ രാഷ്ട്രീയമാണ് പറഞ്ഞത്, അല്ലാതെ അതിൽ മതപരമായിട്ടുള്ളൊരു അവഹേളനമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ കേരളത്തിടത്തോളം കേരളത്തിൽ പൊതുവെ ജനങ്ങൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുന്ന ആൾക്കാരാണ്. അതിനുവേണ്ടി നിലകൊള്ളുന്ന ഇടതുപക്ഷ മുന്നണി ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അത് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയാൻ പറ്റുമോ? അല്ല, അത് ഏത് രാഷ്ട്രീയമായാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് ഇടത് വലുതെന്നില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കാനും വേണമല്ലോ. കാരണം ഇനിയും പാട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കും ആൾക്കാർ. ഈ പാരഡി ഗാനങ്ങൾക്ക് അങ്ങനെ നിരോധനം ഇല്ലല്ലോ. അതായത് ഈ രൂപത്തിൽ കൂച്ചു വിലങ്ങിടാനൊന്നും ആർക്കും കഴിയില്ല. ഇന്ത്യയിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അങ്ങ് പറയുന്നത്. സ്വാതന്ത്ര്യമുണ്ട്, തീർച്ചയായിട്ടും. വേറൊരാളുടെ ഇപ്പൊ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ആക്ഷേപം ആയിട്ടോ പറയുമ്പോൾ ഇതിപ്പോ രാഷ്ട്രീയത്തിലുള്ളൊരു പാട്ട്, രാഷ്ട്രീയ പാട്ടാണിത് ശരിക്കും, മതപ്പാട്ടൊന്നുമല്ലല്ലോ. പരസ്പരം വൈരാഗ്യം ഉണ്ടാക്കുന്ന, മതപരമായ വൈരാഗ്യം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കാണ് ഇത്തരം ഈ കേസൊക്കെ വരിക. ഇതിലിപ്പോ അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ഒരു വിദേശത്തുള്ള ഒരാളാണ് എഴുതിയിരിക്കുന്നത്. അതെ. അപ്പം അദ്ദേഹം അങ്ങനെ എഴുതുന്നതിന് കാരണം എന്തായിരിക്കാം? അല്ല, അത് രാഷ്ട്രീയം തന്നെ ആയിരിക്കും. അല്ല, അദ്ദേഹത്തിന് കേട്ടറിവുള്ള സംഭവം എന്നുള്ള ഒരു പത്രത്തിൽ വന്നിട്ടുള്ള കാര്യമാണല്ലോ അത് പറയുന്നത്. അതായത് കേരളത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമാണ് ശബരിമല. ശബരിമലയിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഈ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമായിട്ട് എഴുതാൻ പറ്റില്ലേ ഈ പാരഡി? അങ്ങനെയാണല്ലോ ഇത് കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എഴുതാൻ. അതിനെതിരെ കേസ് എടുക്കുക എന്ന് പറയുന്നത് വിവരക്കേട് എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അല്ല, അത്ര കടുത്ത ഭാഷയിൽ ഞാൻ പറയുന്നില്ല. അല്ലേ? അല്ല, ഇതിപ്പോ എനിക്കങ്ങനെ രാഷ്ട്രീയ വൈരാഗ്യമൊന്നുമില്ല ആരോടും. രാഷ്ട്രീയത്തിലുപരി അങ്ങൊരു ഗാനരചയിതാവാണ്, പല പാട്ടുകൾ എഴുതുന്നതാണ്. എല്ലാവരും വേണം. സ്വാതന്ത്ര്യം, എഴുതാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണം, പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. അതാണ് എന്റെ പക്ഷം. ഇന്ത്യയിൽ അതിനുള്ള അവകാശമുണ്ട്, ഭരണഘടനാ സ്വാതന്ത്ര്യമുണ്ട്. അതെ. അപ്പൊ അത്തരം സന്ദർഭത്തിൽ ഇത്തരത്തിൽ കേസ് എടുത്തത് ശരിയായില്ല എന്ന് തന്നെയല്ലേ താങ്കൾ പറയുന്നത്? ശരിയായില്ല. ഓക്കെ. അത് നിലനിൽക്കുന്നതൊന്നുമല്ല. താങ്കൾ പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞാൽ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, ആര് ചെയ്താലും അത് തെറ്റ് തന്നെ എന്നുള്ള നിലപാടാണ് അങ്ങേക്കുള്ളത്. കേട്ടല്ലോ, ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന, പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന, പയ്യന്നൂർക്കാരനായ, എന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരണമെന്നും നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാട് പറയുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സംസ്കാരം, നമ്മുടെ സമൂഹം, നമ്മുടെ ഈ നാട്, പുരോഗമനം എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളുടെ നാട് എന്നും KPSC പാട്ടുകളിലൂടെ,
KPSC ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രശസ്തം, നാടകഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രശസ്തമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത് അങ്ങനെയാണ്. നമ്മുടെ ഈ വ്യവസ്ഥിതിക്കെതിരെ പോരാടിയിട്ടാണ് ആ പാട്ടുകളെല്ലാം ഹിറ്റായി മാറിയത്. ആ പാട്ടുകളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്തുകയും കാട്ടുതീ പോലെ പടരുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്ന് പന്തലിക്കുകയും ചെയ്തു. ഇപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഒരു ബൂർഷാസിയായി മാറിയ, കൊള്ളക്കാരനായി മാറിയ പിണറായി വിജയൻ തനിക്കെതിരെ എന്ന് തോന്നുന്ന ഒരു മൂളക്കം കേട്ടാൽ പോലും അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റുകയാണ്. അത്രയും മാനസിക വിഭ്രാന്തിയിലാണ് അദ്ദേഹം. ഏത് സമയത്തും പിടിക്കപ്പെടാമെന്നുള്ള ചിന്താഗതിയുള്ള ഒരു കൊടും ക്രിമിനലാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടാവുന്ന സംശയമാണ്. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ പോലും ഈ പാട്ടേറ്റ് പാടുമ്പോൾ അത് പിണറായി വിജയനെ അസ്വസ്ഥനാക്കുന്നു. അദ്ദേഹം എല്ലാ നിയമങ്ങളും ദുരുപയോഗം ചെയ്തുകൊണ്ട് കേസുകൾ എടുക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ 299 വകുപ്പ് 353(1)(c) പ്രകാരമുള്ള വകുപ്പുകൾ പ്രകാരം മതവികാരം ഉണർപ്പെടുത്തിയും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള പേരിലൊക്കെ കേസെടുക്കുകയാണ്. വിധി വൈപരീതം എന്ന് എന്താ പറയേണ്ടത്? എന്തായാലും വിനാശകാലയെ വിപരീത ബുദ്ധി എന്ന് പറയുന്ന ചിന്താഗതി നമ്മുടെ കൈതപ്പുറം ദാമോദരൻ പറഞ്ഞത് 100% ശരിയാണ്. അദ്ദേഹം നാട്ടിൽ തോറ്റതിന്, ജനങ്ങളെടുത്ത് തോറ്റതിന് പോയിട്ട് കഴുത്തിന് കുത്തിപ്പിടിക്കാൻ നടന്നാൽ അതിവിടെ നടക്കുമോ? VD സതീശൻ പറഞ്ഞതാണ്. ധൈര്യമുണ്ടെങ്കിൽ തടയും. ഞങ്ങൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതിനെ ആസ്പദമാക്കി റാലികൾ നടത്താൻ പോകുന്നു. 140 മണ്ഡലങ്ങളിൽ UDF റാലി വരുന്നു. എങ്ങനെ തടയും? ഈ പാട്ട് പാടും ഞങ്ങൾ, ഡാൻസ് കളിക്കും ഞങ്ങൾ, നൃത്തമാടും ഞങ്ങൾ. അത് ഏറ്റുപാടി ഇവിടുത്തെ ജനങ്ങൾ CPM അണികളും ഏറ്റുപാടും. അവസാനം പിണറായി വിജയനെ CPM അണികൾ അടിച്ചോടിക്കുന്ന കാലം വിദൂരമല്ല എന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചു വരികയാണ്. കാരണം കലാകാരന്മാരിലൂടെയാണ് പാർട്ടി വളർന്നിട്ടുള്ളത്. കലാകാരന്മാർ സൃഷ്ടിക്കുന്ന അതിമനോഹരമായ ജാതി വ്യവസ്ഥയ്ക്കെതിരെയും അഴിമതിക്കെതിരെയുമുള്ള പോരാട്ടത്തിലൂടെ ഈ നാട്ടിൻ്റെ ഓരോ തെറ്റായ കാര്യങ്ങൾക്കെതിരെയും ചൂണ്ടിക്കാണിക്കുന്ന ഗാനങ്ങളിലൂടെയാണ് പാർട്ടി വളർന്നിട്ടുള്ളത്. അങ്ങനെ വളർന്ന പാർട്ടിക്ക് അതിൻ്റെ നേതാവിന് ഇപ്പോൾ സാധാരണക്കാരുടെ മനസ്സല്ല, 40 വണ്ടികളുടെ സഹായത്തോടെ പറന്നു പോകുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ ഇടിഞ്ഞ് പൊളിഞ്ഞു വീഴുന്ന വലിയ ചില്ലു കൊട്ടാരത്തിൽ ഇരുന്നാണ് അദ്ദേഹം ഈ പണിയെല്ലാം ലഭിക്കുന്നത്. നമ്മളെല്ലാം ഒരു കോമാളിയെ പോലെ അല്ലെങ്കിൽ ഒരു ഏകാധിപതിയെ പോലെ ആണ് നമ്മൾ പിണറായി വിജയനെ കാണുന്നത്. അദ്ദേഹം മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഒരു രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ഈ 4 പാട്ടെഴുതിയ ആൾക്ക് നിഷ്പ്രയാസം കഴിഞ്ഞു. ആ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ കൃത്യമായുള്ള മാനസിക വിഭ്രാന്തിയാണ് ഈ കേസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നന്ദി, നമസ്കാരം. സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ, ഓറ്റിയേ കേറ്റിയേ, സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ, സ്വർണം കട്ടവൻ